ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു 5-8 കാര്യങ്ങൾ കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഹദീസ് ഓതി തന്നെ പറയാം, ശരിക്കും ശ്രദ്ധിക്കണേ. ചെറുപാപങ്ങൾ പൊറുക്കാൻ, ചെറിയ പാപങ്ങൾ അത് ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. കുറച്ച് ഹദീസ് ഓതാ, എന്താ ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്ന് വീട്ടിൽ നിന്ന് ഒളു എടുത്ത് പള്ളിയിലേക്ക് പോകുക. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുരുഷന്മാര് പോകുന്നത് ജമാഅത്തിന് വേണ്ടി, അത് തന്നെ എന്താണ്? പാപം പൊറുക്കാൻ കാരണമാണ്. ഹദീസ് കേട്ടോ, ഹദീസാണ്, വെറുതെ പറയല്ല, ഹദീസ് ഓതി പറയും. പാപം പൊറുക്കാനുള്ള മാർഗങ്ങൾ പറയാണ്. കാരണം ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് ഏത് സമയത്താ? പറയാം, ഏത് സമയത്താ? ഉച്ച സമയത്ത്. റമദാൻ മാസത്തിൽ മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10ലാണ് നിലകൊള്ളുന്നത്. 2 ദിവസം കൂടെ ഉള്ള എന്തിന്? മഗ്ഫിറത്തിന്റെ 10 ഇവിടെ പറയാൻ. അതുകൊണ്ട് ഈ സമയത്ത് പറയുന്നതിന് പ്രസക്തിയുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കും നിങ്ങൾ. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഇതാ ശ്രദ്ധിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحت خطايا والأخرى ترفع درجته. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ ആരൊരുവൻ വീട്ടിൽ നിന്ന് wudu ചെയ്ത് ശുദ്ധികലശം നടത്തി പള്ളിയിലേക്ക് യാത്ര തിരിച്ചവനുണ്ടോ, പള്ളിയിലേക്കുള്ള നിന്റെ യാത്ര, ആ യാത്ര പോകലിലൂടെ അല്ലാഹു നിനക്ക് പാപം പുറത്ത് നൽകുകയാണ്. ثم خرج إلى المصلى ليقضي فريضة من فرائض الله. ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവനെ പള്ളിയിലേക്ക് പോയാൽ كانت خطواته إحداهما تحت خطايا. ആ പള്ളിയിലേക്കുള്ളതാകുന്ന ഓരോ ചുവടുവെപ്പും നിന്റെ വലതുകാല് വെക്കുമ്പോൾ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകുകയാണ്. വൽഖറാ തർഫഉ ദറജത. അടുത്ത കാല് നീ വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതിനോടൊപ്പം നിനക്ക് സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാഹു ഉയർത്തി നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിലേക്കുള്ള നിന്റെ യാത്ര തന്നെ നിന്റെ പാപം പൊറുക്കാൻ നിദാനമാണ്. വലതുകാല് വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. അടുത്ത ഇടതുകാല് വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സലമ ഗോത്രത്തെ കുറിച്ചൊരു കാര്യം അറിയുകയാണ്. മദീന പള്ളിയുടെ പരിസരത്ത് സ്ഥലം വിൽക്കാനുണ്ടെന്നറിഞ്ഞപ്പോൾ ആ സ്ഥലം കച്ചവടം ചെയ്തുകൊണ്ട് സ്വന്തമാക്കി അവിടെ ഒരു മനോഹരമായ വീട് പണിയണമെന്നുള്ള ആശയമായി ബനൂ സലമ ഗോത്രക്കാര് മദീന പള്ളിയിൽ നിന്ന് ദൂരെ താമസിക്കുന്നതാകുന്ന വിഭാഗമാണ്. അവർ ചിന്തിച്ചപ്പോ അവർ അതിനുവേണ്ടി ബ്രോക്കർമാരുമായി സംഭാഷണം നടത്തിയത് അല്ലാഹുവിന്റെ റസൂൽ വിവരം ലഭിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ബനൂ സലമ ഗോത്രക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഈ മദീനയുടെ പള്ളി പരിസരത്ത് സ്ഥലം വാങ്ങിയിട്ട് നിങ്ങൾ താമസിക്കണ്ട. ഇപ്പോൾ എന്തുകൊണ്ടാണ്? ദിയാറുക്കും തുക്തബു ആസാറക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിദൂരത്തുള്ളതാകുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പള്ളിയിലേക്കുള്ളതാകുന്ന നിങ്ങളുടെ നടത്തമില്ലേ, അത് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരാൻ കാരണമാണ്. നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ നിദാനമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അപ്പം സ്വല്പം ദൂരെ തന്നെ താമസിച്ചാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കൂലി കിട്ടുന്നത്. എത്ര ദൂരത്ത് നിന്ന് ജമാഅത്തിന് വേണ്ടി വരുന്നോ അത്രയും കൂലിയാണ്. നടന്നു വരുന്നതിന് പ്രത്യേകം കൂലി. ഇനി നടക്കുന്നില്ല, ഒരാൾ വാഹനത്തിലാണ് വരുന്നത്, ആയിക്കോട്ടെ, ആ വാഹനത്തിലാണ് വരുന്നതെങ്കിലും ചവിട്ടടിയുടെ കൂലി അവന് ലഭിക്കാൻ. ചവിട്ടടിയാണ് അവിടെ കണക്കാക്കുന്നത്. വാഹനത്തിൽ വണ്ടി ഓടിച്ച് വന്നാലും ഓരോ ചവിട്ടടിക്കും, ഒരു ചവിട്ടടിക്ക് പാപം പൊറുക്കും, അടുത്ത ചവിട്ടടിക്ക് എന്താണ്? സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. മാഷാ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ കാരണം, പാപം പൊറുപ്പിച്ചെടുക്കാനല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ പറഞ്ഞത്. 2, വുളൂ ദായിമാക്കണം. എല്ലാവരും ഈ സദസ്സിൽ നിലകൊള്ളുന്ന എല്ലാ സഹോദര സഹോദരിമാരും റമളാൻ മാസത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ വുളൂ നിത്യമാക്കണം. വുളൂ എടുക്കുന്നത് വലിയ പുണ്യമാണ്. വുളൂ എടുക്കുന്നതിലൂടെ പാപമോചനം ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി
മുഖം കഴുകുന്നതിലൂടെ അവന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് തെറിക്കുന്നതാകുന്ന വെള്ളം, അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാപങ്ങൾ പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാല് രണ്ടും റാഹത്തായിട്ട് നെര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകുമ്പോ ആ കാലുകൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാപങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തല അവൻ തടവുമ്പോ തലയിലേതാകുന്ന രോമകൂപങ്ങൾ കണക്ക് അവൻ എവിടൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുപാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. വുളു എടുക്കുന്നതിന്റെ മഹത്താൻ. അപ്പൊ വുളു നിത്യമാക്കണം. മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികവും വുളു പോവുക. ഇനി കീഴ്വായു പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം തന്നെ വുളു അങ്ങ് പുതുക്കുക. അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ റാഹത്താണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും വുളു വേണം. വുളു എടുത്തിട്ട് വേണം, മക്കളെയൊക്കെ വുളു എടുപ്പിച്ചിട്ട് വേണം കിടത്താൻ. അങ്ങനെ വേണം, അതൊരു ശീലമാക്കണം. നമ്മൾ കിടക്കയിൽ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, ആമന റസൂലു, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്രയും സൂക്തങ്ങൾ ഊതി കൈവെള്ളയിൽ ഊതി ഇശ്ഫി ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ തടവണം, കാലുവരെ തടകണം. എല്ലാ അമലും ചെയ്യും, പള്ളി വരും, നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ കിടക്കയിലോട്ടം കൊണ്ട് കയറിയാ പിന്നെ ഇത് ചെയ്യൂല. മിക്കാളുകൾ വേഗം ഉറങ്ങണം. എല്ലാം ചെയ്യുന്ന ആളാണ്, വലിയ കുത്തുബാണ്, വലിയ കുത്തുബുൽ അഖ്താബാണ്, എല്ലാ അമലും ഉണ്ട്. പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം മിക്ക ആളുകൾക്ക് മടിയാ. കിടക്കാൻ അങ്ങോട്ട് വരുമ്പോ ഒരു മൊബൈൽ ഫോണും പിടിച്ചൊക്കെ തിരിയാണ്. അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകാം ഉസ്താദ്. അങ്ങനെയാണോ കുഴപ്പമില്ല, അത്ര അവസ്ഥയിലിരിക്കുക. വേറെ ഹാല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കിടക്കയിലോട്ടിരുന്ന് ഒന്നുകൂടി വരിക, എന്നിട്ട് കിടക്കയിലിരുന്ന് ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുഫീതാ വ വുഖീതാ, നിനക്കെല്ലാ കാവലിനും അത് മതിയാകുന്നതാണ്, നിനക്ക് പരിപൂർണമായ സംരക്ഷണം നൽകുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില ഉമ്മമാര് പറയും, മക്കള് കിടത്തിയിട്ടില്ല, നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു, ഒച്ചയും ബഹളമായിരുന്നു. ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ നിങ്ങളുടെ മേത്ത് ആദ്യം ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഇത് നിസ്കാരമൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞ കേട്ടോ. കരിക്കത്തുമില്ല, ഒന്നുമില്ല. എന്നിട്ട് വൈകിട്ടാകുമ്പോ ഒരു ഫാത്തിഹ ഓതി നെഞ്ചത്ത് ഊതുകയാണ്. ശൈത്താൻ പിന്നെ ഇറങ്ങത്തുണ്ടാവില്ല. അങ്ങനെയല്ല പറഞ്ഞു. നിസ്കാരവും മറ്റു ഇബാദത്തുകളും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത്. അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം തടയുക. എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ഓതുക. എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യാം, നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഊതിയിട്ട് ആ മക്കളെ കൊണ്ട് ഇങ്ങനെ മക്കളുടെ ശരീരത്തിൽ തടയി കൊടുക്കുക. ചെറിയ മക്കളുടെ സെപ്പറേറ്റ് ഓതണം. ചിലർ ഉടായിപ്പണി. എല്ലാത്തിനും അങ്ങനെയാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 ഓതിയിട്ട് വാപ്പാക്ക് ഹത്തോതി എന്ന് പറയുന്ന കൗമാൻ. അങ്ങനെയല്ല, അങ്ങനെയാണല്ലോ ഉള്ളതെന്ന്. അങ്ങനെയല്ല, എല്ലാത്തിനും നമ്മൾ ഷോർട്ട് നോക്കരുത്. അവിടെ പൂർണ്ണമായി ഓതണം. പൂർണ്ണമായി ഓതിയിട്ട് കൈവെള്ളയിൽ ഊതിയിട്ട് അവർക്ക് തലയിൽ മുതൽ കാലുവരെ മക്കൾക്ക് തടയി കൊടുക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ. നേരം വെളുക്കുന്നവരെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നൊന്നുള്ളത്, മഗ്രിബിന്റെ സമയത്ത്, മഗ്രിബ് ബാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിശാച് പരന്നു കിടക്കുന്ന സമയമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്, സമയമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. മക്കള് സാലിഹാകണമെന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ 5-8 ദിവസം അടുപ്പിച്ച് വാത് പറയണം. അതുപോലെ പറയാട്ടെ. എവിടെ മുതൽ പറയണം? വിവാഹം മുതൽ പറയണം. വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. വിവാഹമുണ്ട്, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കളെന്താവുള്ളൂ, സാലിയാവുള്ളൂ. അല്ലെങ്കിൽ ഹൽക്കിന് പിടിച്ചു നിൽക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മക്കളെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫു സുബിയാനകും വഹ്ബിസു മവാശിയകും ശഫീഉനാ റസൂലുള്ളാഹി. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത്. ആ അസ്തമയ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല, അത് കഴിഞ്ഞാലും പ്രശ്നമില്ല. അസ്തമയ സമയം, മഗ്രിബിന്റെ ആ സമയം. പണ്ട് മുതലേ ഉമ്മമാര് പറയും, കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലെ, മഗ്രിബിന്റെ സമയമാകുമ്പോ. എന്നിട്ട് വരുന്നിരുന്ന് ദിക്ർ ചൊല്ലിക്കും. ഇന്നെല്ലാരും പന്ത് കളിയുടെ പറയാൻ. ഏതു സമയം വരെ? ഇന്ന് എടയത്താഴത്തിന്റെ സമയത്തും പന്ത് കളിക്കുന്ന കൗമാൻ. എത്ര ആളുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ കോർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് അപ്പുറത്ത് പന്ത് കളിയാണ്. തറാവീഹിന്റെ സമയത്തും പന്ത് കളി, നോമ്പ് തുറക്കുന്ന സമയത്തും പന്ത് കളി. 24 മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ. നമ്മൾ എവിടെ എത്തിപ്പോയി? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമുക്ക് അതിൽ മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നിന്നെ പിശാച് നല്ലതുപോലെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. റമദാനിൽ പോലും ഈ നിലയിലേക്ക് എത്തിയിരിക്കാൻ, നമ്മൾ റമദാൻ ആസ്വദിക്കാൻ. കണ്ണൂർ ജില്ലയിലെ ഒരു സിറ്റി ഉണ്ട്, കണ്ണൂർ സിറ്റി. നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം. നേരം വെളുക്കുന്നത് വരെ പുലരുവോളം അവിടെ ബിസിനസ് സാമ്രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കളിയാണ്. എന്താ വേണ്ടത്? പൊറോട്ട, ഏത് ഐറ്റം വേണോ? കുഴിമന്തി, കിഴിപൊറോട്ട, അൽഫാം, ഷവായ, എല്ലാ ഐറ്റവും റെഡിയാണ്. വിവിധങ്ങളാകുന്ന ഫുഡുകൾ, എല്ലാ സെക്ഷനുകൾ കണ്ടവിടെ. നേരം വെളുക്കുന്നത് വരെ നിലവിലുള്ള. ഇന്ന് തന്നെ അങ്ങോട്ട് പോണല്ലോ ഉസ്താദെ, പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇടങ്ങേറോ? അങ്ങനത്തെ ടീമുകളോടാ പറയുന്നത്. അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ ഉസ്താദെ എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എന്താ? ഒന്ന് പോകായിരുന്നു, റാഹത്തായിരുന്നു, എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറയും. സുബഹി വരെ അവിടെ നിലകൊള്ളാൻ ആര്? മുസ്ലിം സഹോദരിമാര് നേരം വെളുക്കുന്നവരെ. ഈ റമദാനിൽ പോലും, റമദാനിന്റെ പകലിനേക്കാൾ മഹത്വമാണ് എന്തിന്? രാത്രിക്കുള്ളത്. കാരണം രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ വന്നിട്ടുള്ളത്. ആ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. രാവുകൾക്കാണ് മഹത്വം. ആ മഹത്വമുള്ള സമയങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാര് പോയി ചെലവഴിക്കാൻ ഇത്തരത്തിലുള്ള സമയങ്ങൾ. എവിടെയാണ് നമ്മുടെ അവസ്ഥ? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കരുതേ. ഫഖുഫ്തഫൂ സുബിയാനക്കും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ സമയത്ത് ഇറക്കരുത്. ബാങ്ക് വിളിക്കുന്ന മഗ്‌രിബിനോടടുത്ത സമയം. ഇന്ന് അധിക വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാത്ത, എല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ കറങ്ങാണ്. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിയിലുണ്ട്, ഒക്കെ അവിടെ ഇവിടെയൊക്കെ കറക്കാൻ. വണ്ടിക്കാട് ടൗണിലുണ്ട്. എല്ലാം ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം ഇശ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ നേരം വെളുക്കുന്നവരെ കുട്ടി കിടന്ന് കരച്ചില്. കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു. യന്തശിറു ശയാത്തീനോ, പിശാച് പരക്കുന്ന സമയമാണ് ആ സമയമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കുക ആർക്കാ? കുട്ടികളില്ല. നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട്, അതിന് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. നമ്മളൊന്നും പാരായണം ചെയ്യാത്തൊരു സൂറത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ. കാരണം എന്താ? അൽ ബഖറ എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തലയ്ക്ക്. കാരണം എന്താ? വലിയ സൂറത്തല്ലേ എന്നുള്ള ഓർമ്മ. അല്ല ഇന്നായത്തേനെ വല്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇത് ശൈത്താനിനെ ഇറക്കാനാണ്. ശൈത്താനെ ഇറക്കാനാണെങ്കിൽ വലിയ പണി ചെയ്യണം. അതിന് സൂറത്തുൽ ബഖറ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ബഖറ സൂറത്തു ഒരു 2 മണിക്കൂർ മാറ്റിവെച്ചോ, അല്ലെങ്കിൽ 1 മണിക്കൂർ മാറ്റിവെച്ചോ, എന്നാലും പിശാച് ഇറങ്ങി കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലുത് വേറെ വല്ലതും വേണോ? കള്ള ചിന്നമ്മമാരെയും ചിന്നപ്പമാരെയും സവിധിച്ച് നിന്റേതാകുന്ന സമ്പത്ത് മുഴുവനും ധൂർത്തടിച്ച് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നത്. ലാ തജഅലൂ ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, മൂകമാകുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, ഒരു വീട്ടിൽ പരിശുദ്ധമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ പിശാച് കടക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് എത്രയോ ഉമ്മമാരാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഏർവാട് മഖാമിലേക്കും ഭീമാ ഉമ്മയുടെ സവിധത്തിലേക്കും ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര് വെള്ളിയാഴ്ച രാവാകുമ്പോ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത്? വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആൻ ഓതാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറ്റപ്പെട്ടു പോയി. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസം, ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം, ഖുർആൻ ഓതാനുള്ള മാസം കൂടിയാണ്. സൂറത്തുൽ ബഖറ നല്ലതുപോലെ പാരായണം ചെയ്യണം. എന്നും പറ്റുമോ? എന്നും ചെയ്യണം. പിശാച് കൂടുതലുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ. ഇനി ആഴ്ചയിലാണോ? ആഴ്ചയിൽ ചെയ്യണം. മാസത്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം. ഒരു വീട് ആദ്യം തന്നെ കുടിയിരിക്കലും അടവ് ഓതേണ്ട സൂറത്തിൽപ്പെട്ടതാണിത്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ അൻആം. നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി, പിശാച് ഇറങ്ങണ്ട. അതിനെല്ലാവരും അന്നാമ് മാത്രം പിടിച്ചോണ്ടിരിക്കും, മറ്റൊന്നും വേണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖത്തം തീർക്കണം, ഖുർആൻ ഖത്മ തീർക്കണം. എത്ര വലിയ ശ്രേഷ്ഠതയാണ്. വീടിന്റെ അകത്തല്ലെങ്കിൽ അങ്ങനെ ആകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്. അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ് സഹാബ അൽ ഹാലു വൽ മുർതഹീൽ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമല് അത് ഹാലും മുർതഹീലുമാ. സ്വഹാബത്തിന് അർത്ഥം തരുന്നില്ല. സ്വഹാബത്ത് നബിയോട് വീണ്ടും ചോദിക്കുകയാണ് വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ് ഇദാ ഖതമ ഖതമത യസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കലാ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്ത് വീണ്ടും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുന്ന പ്രവർത്തനം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമദാൻ 20 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, ആദ്യത്തേതാകുന്ന 2 പത്തുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ എവിടെയാണ് ഖുർആൻ നമ്മൾ ഖത്മ തീർത്തത്? ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഖത്മ തീർക്കാത്ത എത്രയോ സഹോദര സഹോദരിമാര് നമുക്കിടയിലില്ലയോ? നമ്മൾ ആരുടെ മദ്ഹബിന്റെ ഇമാമാണ്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു അല്ലേ നമ്മുടെ ഇമാം? ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ദിവസവും ഒരു ഖത്മ പൂർത്തീകരിച്ചിരുന്ന മഹാനാണ്. പരിശുദ്ധ റമദാനിലോ 2 ഖത്മുകൾ പൂർത്തീകരിച്ചവരാണ്. പകലൊരു ഖത്മ പൂർത്തീകരിക്കുകയാണ്, രാത്രിയിൽ ഒരു ഖത്മ പൂർത്തീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റമദാൻ കടന്നു വന്നാൽ പിന്നീട് അനാവശ്യമാകുന്ന വർത്തമാനമില്ല. ഖുർആനോദലാണ്, ദിക്റ് ചൊല്ലലാണ്. അനാവശ്യമാകുന്ന ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയില്ല. വിശുദ്ധ റമദാനിൽ പോലും കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും മൊബൈൽ ഫോണിലൂടെ WWE അടിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാരല്ലയോ? കാമുകന്മാരുമായി രഹസ്യമായും പരസ്യമായും ഭാഷണം നടത്താൻ ഉളുപ്പില്ലാതെ നാണമില്ലാതെ നിലകൊള്ളുന്ന സഹോദരിമാരല്ലയോ? എവിടെയാണ് നമുക്ക് പടച്ചറബ് പുറത്തു തരിക? മുഅ്മിനായ മനുഷ്യന് വിജയിക്കാൻ വേണ്ടി പടച്ചറബ് നൽകിയ റമദാൻ, ആ റമദാൻ പോലും മോശമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ പാപമോചനം സാധ്യമാകണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പാപമോചനത്തിലുള്ളതാകുന്ന മാർഗമാണ് നിസ്കാരമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നിന്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള അടുത്ത മാർഗം നിസ്കാരം. ഇതിലേക്കുള്ള യാത്ര, വുളൂ ഒക്കെ പാപം പൊറുപ്പിക്കും. അതോടൊപ്പം തന്നെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അബൂ സലമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത് ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നുപോയും ആ നദിയിൽ 5 നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? സാബാ ഫഖാലൂ, ഉടനെ സ്വഹാബത്ത് നബിയോട് പറയുകയാണ്, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ യാ റസൂലല്ലാഹ്. ഇല്ല റസൂലേ, ഒരഴുക്കും ശരീരത്തിൽ അവശേഷിക്കുകയില്ല ഹബീബേ. ഇല്ല, എല്ലാ അഴുക്കും പോകും. ശരിയല്ലേ? വീടിന്റെ മുറ്റത്ത് തന്നെ ഒരുപാട് ദൂരെ ഉള്ളതാകുന്ന കുളത്തിലൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള കുളം തേടിയിട്ടാണ് പോവുക, പിന്നീട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നല്ല നീന്തൽ അറിയാത്തവരൊന്നും ആ പണിക്ക് നിൽക്കണ്ട. മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കള് മുങ്ങി മരണപ്പെട്ടു പോയി, ഇന്ന സ്ഥലം, ഇന്ന കുളത്തിൽ, ഇന്നെടുത്ത് കുളമൊക്കെ കാണുമ്പോ അങ്ങ് ചാട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട്. അപ്പൊ ഒരുപാട് യാത്രയൊന്നുമില്ല, യാത്രയുടെ ക്ഷീണവും ഇല്ല, വിയർപ്പും ഇല്ല, ഒന്നുമില്ല.
എന്നിട്ട് ആ കുളത്തിൽ, ആ നദിയിൽ നിങ്ങൾ 5 നേരം കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും 5 നേരം. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാവുമോ? റസൂലുള്ളാഹി ചോദിക്കാണ്. സ്വഹാബത്ത് പറഞ്ഞില്ല നബി, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂല. 5 നേരം കുളിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവൂല. നബി തങ്ങൾ പറഞ്ഞു ഫകദാലിക, അപ്രകാരമാണ് സലവാത്തുൽ ഖംസ, 5 വഖത്ത് നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഇന്നി അസബ്തു ദംബൻ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫഅഖിം ഹദ്ദി, എന്റെ ഹദ് തങ്ങൾ നടപ്പിലാക്കണം. വലിയൊരു തെറ്റാ ചെയ്തത്, തങ്ങൾ എനിക്ക് അതിനുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കണം. റസൂലുള്ളാഹി മിണ്ടാതിരുന്നു, അല്പനേരം മൗനം അവലംബിച്ചു. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹം വീണ്ടും പറഞ്ഞു, നബി തങ്ങളെ ഞാൻ തെറ്റ് ചെയ്തു, തങ്ങൾ എനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കി തരണം. കള്ളുകുടിച്ചാൽ ഇത്ര അടി, ഓരോ നിയമങ്ങളുണ്ടല്ലോ. എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി, തങ്ങൾ എനിക്ക് ഹദ് അടിച്ചു തരണം. ഇസ്ലാമികമാകുന്ന ശിക്ഷാ നടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം. റസൂലുള്ളാഹിയുടെ 2-3 വട്ടം ആവർത്തിച്ചു. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. റസൂലുള്ളാഹി പള്ളിയിൽ കയറി, സ്വഹാബത്തും കയറി, അദ്ദേഹവും കയറി. സ്വഹാബിയാണല്ലോ, അദ്ദേഹം കയറി. വീട്ടിൽ നിന്ന് ഒദു എടുത്ത് വന്നിരിക്കുക, സുന്നത്ത് നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇഖാമത്ത് കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരാണ്, സ്വഹാബിയ. അദ്ദേഹം പറയുന്നു, ഞാൻ പതുക്കെ പോയി കേട്ടു നോക്കി, എന്താണ് ഇദ്ദേഹം നബിയോട് പറയുന്നത്, ഇദ്ദേഹത്തിനോട് നബിതങ്ങൾ എന്താണ് മറുപടി പറയുന്നത്, അതറിയാൻ വേണ്ടി ഞാൻ പതുക്കെ കൂടെ കൂടി. ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് ഹദ്ദടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി, എന്താ ഇപ്പൊ നബി ഇയാളോട് പറയാ, അറിയാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം, പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത. അവ കൂടെ കൂടി. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ തെറ്റ് ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, നീ ഇപ്പോ ഒളു എടുത്ത് പള്ളി വന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു, നിസ്കരിച്ചു. നിന്റെ ഒളു കൊണ്ടും നിസ്കാരം കൊണ്ടും നീ ചെയ്ത തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം കറക്റ്റ് ആണോ, അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിയും. കള്ളുകുടി, വ്യഭിചാരം ഒക്കെ ഒഴിയും. നിങ്ങൾ ഈ 40 ദിവസം കറക്റ്റായിട്ട് ഇമാമും ജമാഅത്തുമായി നിസ്കാരം കറക്റ്റ് ആണ്. അതിന് പറ്റിയ സമയമാണ് റമദാൻ. ഈ സമയത്ത് പിടിച്ചാൽ രക്ഷയാണ്. പലരും ഇതിങ്ങനെ പിടിച്ചു വരും, എന്നിട്ട് പെരുന്നാളിന്റെ സുബഹി മുതൽ അവനെ കാണുന്നില്ല, ഒറ്റ മുങ്ങല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയും തിയേറ്ററിലുണ്ടെന്ന് പറയും. ഉച്ചയ്ക്ക് തിയേറ്ററിലുണ്ട് പെണ്ണുങ്ങളുമായിട്ട്, അവിടെ പോയിട്ട് കാര്യമായിട്ട് ലൈലത്തുൽ ഖദർ പൊതിഞ്ഞോണ്ടങ്ങ് പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ എല്ലാ അമലുകളും പൊളിയാണ് അതോടുകൂടി. അങ്ങനെ ആകാൻ പാടില്ല വിശ്വാസികൾ. നമ്മൾ 40 ദിവസം ഇമാമും ജമാഅത്തുമായി ചിട്ട വെച്ചാൽ, ഒരു മനുഷ്യൻ 40 ദിവസം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്താൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അത് ചിട്ടയാകുന്ന, അത് മനുഷ്യ പ്രകൃതമാണ്. അതുകൊണ്ടാണ് അത് 40 ദിവസം കറക്റ്റായി പിടിക്കാൻ പറയുന്നത്. സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിക്കും ഒക്കെ കണിശമായി നമ്മൾ അത് ശ്രദ്ധിക്കണം. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുന്ന ഒരു ശീലം സഹോദരിമാർക്കും വേണം. പല സഹോദരിമാരും ളുഹർ അസറിലേക്ക് വെച്ച് ബന്ധിക്കും. ളുഹർ നിസ്കാരം എപ്പോഴും നിസ്കരിക്കുക, അസറിന് തൊട്ട് മുമ്പ്. നിസ്കരിച്ച് തീരുമ്പോഴത്തേക്കും മോദിയും ബാങ്ക് വിളിക്കണം. ഇല്ലെങ്കിൽ കാട് പറയും, മോദിനെ മാറ്റിയേക്ക്, കാരണം കറക്റ്റ് അല്ല ബാങ്ക് വിളി. ഇവർക്ക് ഇവരുടെ സമയം ഒപ്പിച്ച് കിട്ടണം. ഇത് കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടിയ ഉടനെ അസറിന്റെ ബാങ്ക് വിളി വരണം. അത്രത്തോളം ളുഹർ കൊണ്ടൊന്ന് ബന്ധിക്കും. കാരണം കുളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ പിന്നെ മുസല്ല വിരിക്കുള്ളൂ. അങ്ങനെയാണ്. നമ്മുടെ അവ്വൽ വഖത്ത് നഷ്ടപ്പെട്ടു പോയി, ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ അദാഇന്റെ സമയം നഷ്ടപ്പെട്ടു പോയി. എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവ പാപം പൊറപ്പിച്ചെടുക്കാൻ വുളൂ മാത്രമല്ല നിസ്കാരവുമുണ്ട്. തീർന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്സദഖത്തു തുത്ഫിഉൽ ഖതിആ കമാ തുത്ഫിഉൻ നാറുൽ മാഉ കമാ തുത്ഫിഉൻ നാറുൽ മാഉ.
ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ കൊടുത്തു വീട്ടുന്ന സകാത്തും, നീ റമദാൻ മാസത്തിൽ കൊടുത്തു വീട്ടുന്ന സദഖകളും, നീ റമദാൻ മാസത്തിൽ കൊടുത്തു വീട്ടുന്നതാകുന്ന ദാനധർമ്മങ്ങളുമെല്ലാം നിന്റെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. കമാ തുത്ഫിഉൻ നാറൽ മാഉ, വെള്ളം കൊണ്ട് തീ അണയ്ക്കുന്നത് പോലെ വെള്ളം കൊണ്ട് തീ എത്രമാത്രമാണ് ശക്തിയായി അണയുന്നത്, അതേപോലെ നിന്റെ പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗമാണ് സദഖയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാരും റമദാനിൽ എന്ത് ചെയ്യും? ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ 10ന്റെ നോട്ടാക്കിയിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അറയി കൊടുക്കും, പെണ്ണുങ്ങളുടെ കൊടുക്കും 10ന്റെ നോട്ട്. എന്നിട്ട് പറയും ആരെങ്കിലും ഒക്കെ വന്നിട്ട് യാചിച്ചു കഴിഞ്ഞ് ഇതങ്ങ് കൊടുത്ത് തീർത്തേക്കണം. എന്നിട്ട് അവൻ പറയുന്നത് എന്താ? സക്കാത്ത് കൊടുത്തു. അതാണ് സക്കാത്ത്. സക്കാത്ത് കണക്കെടുക്കണ്ടവന്റെ. അവൻ ബിസിനസ് തുടങ്ങിയിട്ട് 1 വർഷം തികയുമ്പോൾ അവനുണ്ടാകുന്നതാകുന്ന സാമ്പത്തികമാകുന്ന അവസ്ഥാവിശേഷം ഏത് നിലയ്ക്കാണ് എത്തിച്ചിട്ടുള്ളത്, അവനത് കണക്കെടുക്കണ്ടേ? ആരാ ഇവിടെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത്? ആരാ ഇവിടെ കറക്റ്റായി സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത്? നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഓരോരുത്തരും അവനവൻ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു, ഇതൊന്നും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. കൊടുത്തെങ്കിൽ പാപങ്ങൾ പൊറുക്കും. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, സദഖ എന്ന് പറയുന്നത് പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള വകയാണ്. ഹബീബുന റസൂലുള്ളാഹി. സദഖ എന്ന പദം എന്തിനുപയോഗിക്കും? സക്കാത്തിന് ഉപയോഗിക്കും. ഖുർആൻ അങ്ങനെയല്ല ഉപയോഗിച്ചത്. ഇന്നമസ് സദഖാതു ലിൽ ഫഖറാഇ വൽ മസാകീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയാണ്. നീ വിശുദ്ധമായ റമദാനിലെ നോമ്പ് പരിപൂർണമായി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനോടുള്ളതാകുന്ന ഇഷ്കും വെച്ചുകൊണ്ട് നീ നോമ്പനുഷ്ഠിച്ചാൽ, അവനോടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ നിന്റെ എല്ലാ ചെറുപാപങ്ങളും പുറത്തു നൽകുമേയെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിലെ നോമ്പ് വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പിടിച്ചാൽ മുൻ കഴിഞ്ഞു പോയ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കും. മാത്രല്ല, മൻ ഖാമ റമളാന, റമളാനിലെ രാത്രിയിലെ നിസ്കാരം, തറാവീഹ് അടക്കമുള്ള നമസ്കാരം ശ്രദ്ധിച്ചാൽ, ഈമാനം വഹ്തിസാബൻ, വിശ്വസിച്ചുകൊണ്ടും കൂലി ആഗ്രഹിച്ചുകൊണ്ടുമാണ് നീ ചെയ്തത് എങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിന്റെ മുൻ കഴിഞ്ഞു പോയ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ റമളാനിലെ നോമ്പ്, റമളാനിലെ രാത്രിയിലുള്ള നിസ്കാരം പാപം പൊറുക്കും. തീർന്നില്ല. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു സദഖ റസൂലുള്ളാഹി. ആരൊരുവൻ അല്ലാഹുവിനു വേണ്ടി വിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചുവോ, യാതൊരുവിധ തെറ്റുമില്ലാത്ത മനോഹരമായ ഹജ്ജാണവൻ നിർവഹിച്ചത് എങ്കിൽ, ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന നവജാത ശിശുവിനെ പോലെ പാപസുരക്ഷിതനായവൻ മാറുമേ. അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്നും ഹബീബായ റസൂലുള്ളാഹി. കണ്ടോ കിട്ടുന്ന നേട്ടം? കണ്ടോ? മാഷാ അല്ലാഹ്. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഈ മഗ്ഫിറത്തിന്റെ 10ൽ തന്നെ ഇത് പഠിച്ചു വെച്ചു. അടുത്ത വർഷം ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചവരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമലുകളൊക്കെ കൃത്യമായി ചെയ്യാനും അതൊക്കെ സ്വീകാര്യതയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെച്ചോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഹജ്ജ് ചെയ്താല് എന്താ കിട്ടുന്നത്? ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു തെറ്റുമില്ലാതെ അപാകതയൊന്നും ഇല്ലാതാണ് അവൻ ആ പരിശുദ്ധമായ ഹജ്ജ് ചെയ്തത് എങ്കിൽ, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ, നവജാത ശിശുവിനെ പോലെ അവൻ മാറും, പാപ സുരക്ഷിതനാകും. ഹബീബ് റസൂലുള്ളാഹി. അവൻ പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ ഇപ്പൊ എത്ര പറഞ്ഞു? എത്രയാ നമ്മൾ എണ്ണിയത്? സുബ്ഹാനല്ലാഹ്. തീർന്നില്ല. ഒരാള് എല്ലാ ദിവസവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അവന്റെ പാപം പൊറുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി.
ഞാൻ ഈ ഓതിയൊക്കെ ഹദീസാട്ടെ, എന്റെ കയ്യിൽ നിന്നല്ല. ഒരുപാട് ആയത്തോ ഹദീസ് നമ്മളോട് ഓതിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ ഫീ കുല്ലി യൗം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഔ ഹുത്തത ഖതായാ. ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഇത് റമളാനി മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും മുടങ്ങാതെ എന്ത് നില്ലുന്നു? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പണ്ടൊക്കെ മഗ്‌രിബിന് മുമ്പ് പള്ളികളിൽ അത് ചെല്ലായിരുന്നു. മുത്തഅല്ലിമീങ്ങളോടൊപ്പം ചേർന്നിരുന്ന കാരണവന്മാരും ചൊല്ലുമായിരുന്നു. ഇന്ന് ആരും കാണുന്നില്ല. ഇന്ന് മൗലിദ് ഓതുകയാണെങ്കിൽ തന്നെ പള്ളിയിലെ മുല്യാര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇല്ല. ഓതിയില്ലെങ്കിൽ മുല്യാര് ഗെറ്റ് ഔട്ട്, പുറത്തോട്ട് വിടുക. അല്ലേ? ഓതാൻ കൂടാരുമില്ല. അള്ളാഹ് ഓതിയില്ലെങ്കിൽ ഹൽക്കിന് പിടിക്കാനും ആളുണ്ട്. ശമ്പളം കട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.